ഞാൻ മുല്ലത്തടം ഡാലി മുക്കാഞ്ചിരം അഥവാ സോമൻ ഭോപ്പാൽപുരം. പിശുക്കന്മാർ കൂട്ടിവെച്ച സമ്പത്തും തേനീച്ച കൂട്ടിവെച്ച തേനും അവർ ഉപയോഗിക്കാറില്ല. അത് മറ്റുള്ളവരാണ് ഉപയോഗിക്കുന്നത്. അവർക്ക് അത് ഉപയോഗിക്കാനുള്ള യോഗ്യതയില്ല, അതിനുള്ള സമയവും കിട്ടാറില്ല. നമ്മൾ ഈ അമിതമായി ദേഷ്യപ്പെടുന്ന ചിലരെ കാണത്തില്ലേ? കാണുന്നതിനും കേൾക്കുന്നതിനും ഒക്കെ ചുമ്മാതങ്ങ് ദേഷ്യപ്പെടും. അമിതമായി ദേഷ്യപ്പെടുന്നവർ, അവരുടെയൊക്കെ ഉള്ളിലോട്ടൊന്ന് കടന്നു ചെന്നാൽ അമിതമായിട്ട് സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് ഇവരുടെയൊക്കെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവർ ദേഷ്യപ്പെടുന്നത്. പഴയ വസ്ത്രവും പാവപ്പെട്ട ഒരു സുഹൃത്തും നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട കാണാൻ കൊള്ളാത്ത, അങ്ങനെ തന്നെ ഞാൻ പറയട്ടെ, കാണാൻ കൊള്ളാത്ത മാതാപിതാക്കളെയും കണ്ടാൽ ലജ്ജ കാണിക്കരുത്. പഴയ വസ്ത്രം, പാവപ്പെട്ട കൂട്ടുകാർ, കഷ്ടപ്പെട്ട, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട മാതാപിതാക്കൾ ഇപ്പോൾ കാണാൻ കൊള്ളത്തില്ല എങ്കിലും അവരെ ചേർത്ത് നിർത്തണം. അവരെ കണ്ട് ലജ്ജിക്കരുത്. ഇതൊരു പൊതു തത്വങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു എന്നുള്ളൂ. മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി ആരൊക്കെ ഓടിയിട്ടുണ്ടോ, മറ്റുള്ളവരെ തോൽപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ ആരൊക്കെ ഓടിയിട്ടുണ്ടോ അവരെല്ലാം തോറ്റ ചരിത്രമേ ഉള്ളൂ. സ്വയം ജയിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഓടിയാൽ ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാം. മറ്റുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടി ഓടിയാൽ അവരൊക്കെ തോറ്റ ചരിത്രം തന്നെയാണ്. ആരുടെ ഔദാര്യം കൈപ്പറ്റാതിരിക്കുക കഴിവതും. ഔദാര്യം, അയ്യോ എനിക്കെന്ത് വേണം, ഇത് തരണേ, ഈ ഔദാര്യം കൈപ്പറ്റിയാലുണ്ടല്ലോ അത് അടിമത്വത്തെ വിളിച്ചു വരുത്തുക. ചിലരിൽ നിന്നൊക്കെ നമ്മൾ ചിലതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഔദാര്യം കൈപ്പറ്റിക്കഴിഞ്ഞാൽ അതൊരു അടിമത്വത്തിന് കാരണമായി തീരും. അടിമത്വത്തിലേക്ക് അതിനെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് ഈ ഔദാര്യം. പിന്നെ എനിക്ക് ചിലരോടൊക്കെ ഉപദേശിക്കാനുള്ളത്, ഈ സംസാരിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, മറ്റുള്ളവരൊക്കെ ഈ വലിയ പോസ്റ്റൊക്കെ സംസാരിക്കുമ്പം നടക്കുമ്പോഴൊക്കെ പോക്കറ്റിൽ കൈ ഇട്ടുകൊണ്ട് നിന്ന് അത് ഒരു 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 ശരിയായ ഒരു കാഴ്ചപ്പാടുമൊന്നുമല്ല. ഇപ്പം നടക്കുമ്പോഴും പിന്നെ ഈ ഇറങ്ങി സംസാരിക്കുന്ന പോക്കറ്റിലൊക്കെ കൈ ഇട്ടുകൊണ്ടൊക്കെ അതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു ശരിയായ ഒരു കീഴ്വഴക്കമായി മാറുമെന്ന് തോന്നുന്നില്ല. ഈ ചെറിയ ചെറിയ തമാശകൾ കേട്ടൊക്കെ പൊട്ടിച്ചിരിക്കുന്നവരെ നിങ്ങൾ കണ്ടുണ്ടോ? കൊച്ചു കൊച്ചു തമാശ പറഞ്ഞാൽ മതി, അവരങ്ങ് ചുമ്മാ അതങ്ങ് പൊട്ടിച്ചിരിക്കും. അവരൊക്കെ ഉണ്ടല്ലോ ഒറ്റപ്പെടൽ അനുഭവിച്ചവരാണ്. ഈ ഒറ്റപ്പെടൽ അനുഭവിച്ചവരാണ് എപ്പോഴും ചിരിക്കാനായിട്ടുള്ള ത്രില്ല് കാണിക്കുന്നത്. അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടാലും ഉണ്ടല്ലോ ചിരിക്കാനങ്ങ്. കാരണം ഈ നമ്മൾ വളവും വെള്ളവും ഒക്കെ കൊടുത്ത് നടത്തുന്ന ചെടിയേക്കാളാണ് കാറ്റത്തും മഴയത്തും അതിനോട് എതിർത്ത് നിന്ന് വളർന്നു വരുന്ന ചെടികൾക്കൊക്കെ ഉണ്ടല്ലോ, ഈ കാറ്റ് മഴയൊക്കെ വരുമ്പോഴത്തേക്ക് അതിനോട് സ്വയം എതിർത്ത് നിന്ന് വളർന്നു വരുന്ന ചെടികളുടെ ശക്തി ഉണ്ടല്ലോ, അതിൻ്റെ വളർച്ച, അത് മറ്റുള്ളവരോട് പൊരുതിയുള്ള വളർച്ച കൊണ്ട് അതിന് ഏതൊരു ഒരു സാഹചര്യം വന്നാലും അത് തളരില്ല. വളം കൊടുത്തും വെള്ളം കൊടുത്തും വളർത്തുന്ന ചെടികളെക്കാൾ സ്വയം വളരുന്ന ചെടികൾക്ക് എപ്പോഴും ഒരു പ്രത്യേക ശക്തിയുണ്ട്, അത് തളരില്ല. വിശപ്പ് മാറിയ ശേഷം ഉണ്ടല്ലോ, വിശപ്പൊക്കെ മാറിയ ശേഷം അതുപോലെ തന്നെ പറയാത്തതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഒരു ക്ഷമയൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതിനൊരു വിലയില്ല. വിശപ്പ് മാറിയ ശേഷം വിശപ്പുണ്ടല്ലോ, നമ്മൾ വിശന്നേറ്റം അത് മാറിയ ശേഷം കൊടുക്കുന്ന ആഹാരവും മനസ്സ് നൊമ്പരപ്പെടുത്തിയിട്ട് പറയുന്ന സോറി ഒരു വിലയുമില്ലാത്തതാണ്, ഒരു വിലയുമില്ല. അതുപോലെ എനിക്ക് പറയുന്നത്, ഈ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വിശ്വസിക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ലഭിക്കുമെന്നുള്ള വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ആദ്യം വിശ്വസിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ കാര്യങ്ങൾ സാധിക്കും. ഒരു ആൺകുട്ടിയാണല്ലോ, ചെറുക്കൻ കല്യാണം കഴിക്കുന്നതോടുകൂടി അവൻ ആ വീട്ടിലെ രാജാവായിട്ട് മാറുക. കല്യാണത്തോടു കൂടി അവൻ ആ വീട്ടിലെ നായകനോ ഒരു കാരണവർ അല്ലെങ്കിൽ ഒരു രാജകുമാരനാകും. പക്ഷെ കല്യാണത്തോടു കൂടി ഒരു പെൺകുട്ടി
ഒരു പെണ്ണ് കല്യാണത്തോടു കൂടി എന്താ അവളുടെ സ്വന്തം വീട്, അവളുടെ ആ സ്വന്തം വീട്ടിൽ അവളൊരു വിരുന്നുകാരിയാണ്. അവൾ ചെന്ന് കയറുന്ന വീടോ, അവൾ കയറി വന്ന വീട്, അല്ലെങ്കിൽ ഒരു വേലക്കാരി, ഇതൊക്കെയാണ്. സ്വന്തം വീട് എപ്പോഴും ഒരു വിരുന്നുകാരിയായിട്ട് അവിടെ കാണുന്നത്. ഞാനീ പറഞ്ഞൊക്കെ ചില പൊതു തത്വങ്ങളാണ്. നമ്മൾ അപ്പന്മാരോട് കഴിവതും കഴിവെന്നല്ല വഴക്കുണ്ടാക്കരുത്. അപ്പനോട് തർക്കിക്കരുത്, വഴക്കുണ്ടാക്കരുത് അച്ഛനോട്. കാരണം ഈ അപ്പൻ ലോകത്തിൻ്റെ മുൻപിൽ ഒരിക്കലും തോക്കത്തില്ല, തോറ്റിട്ടുമില്ല. ഒരപ്പൻ ലോകത്തിൻ്റെ മുമ്പിൽ തോറ്റിട്ടുമില്ല, തല കുനിച്ചിട്ടുമില്ല ഒരപ്പനും. പക്ഷേ ഒരപ്പൻ തോക്കുന്നത് എപ്പോഴും മക്കളുടെ മുമ്പിലാണ്. തല കുനിക്കുന്നതും മക്കളുടെ മുമ്പിലാണ്. അത് കുനിക്കാൻ സമ്മതിക്കാതിരിക്കുക. അതുകൊണ്ട് അപ്പനോട് കഴിവതും വഴക്കുണ്ടാകാതെ ഇരിക്കുക. ഈ പല ഭാര്യമാരും ഉണ്ടല്ലോ, ദേഷ്യമൊക്കെ വരുമ്പോൾ വീട്ടിലൊക്കെ ഇറങ്ങി അവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് ഞാൻ പോകാമെന്ന് പറഞ്ഞ് പോകാത്തത് ആ ഭർത്താവിനോട് ഇഷ്ടം കൊണ്ടോ ഭർത്താവ് പിന്നെയും സ്നേഹിക്കുമെന്നോ കണ്ടുകൊണ്ടൊന്നുമല്ല. പല പെണ്ണുമ്പിള്ളമാരും പല ഭാര്യമാരും സ്വന്തം വീട് വിട്ട് അവളുടെ വീട്ടിലേക്ക് പോകാതെ ഇവൻ സ്നേഹിക്കും, എന്നെ വിളിക്കും, അല്ലെങ്കിൽ നാളെ നല്ല കാലം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടൊന്നുമല്ല. അവൾക്കറിയാം അവൾ ചെന്ന് കയറുമ്പം അവളുടെ മാതാപിതാക്കൾ ദുഃഖിക്കും, അപ്പനും അമ്മയും ദുഃഖിക്കുമെന്ന് അറിയാവുന്ന കൊണ്ടാണ് ഈ പല പെണ്ണുങ്ങളും വീട് വിട്ട് ഭർത്തൃഗൃഹത്തിൽ നിന്ന് പോകാത്തത് എന്നതാണ് സത്യം. ചില മണ്ടന്മാരൊക്കെ ധരിച്ചു വെച്ചേക്കുന്നുണ്ടല്ലോ, എന്നോടുള്ള കൂടുതൽ സ്നേഹം കൊണ്ടാണ്. ചുമ്മാതാ അങ്ങനെ നമ്മൾ പിന്നെ ഈ ചില കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ ഒന്ന് എൻ്റെ കാഴ്ചപ്പാടിൽ അതൊക്കെ ഒന്ന് മാറ്റെടുക്കാം. ഇന്ന് വേണ്ട കേട്ടോ, നാളെയാകാം. അതെൻ്റെ കുഴപ്പമല്ല, എൻ്റെ കുറ്റമല്ല, അതുകൊണ്ടല്ല. പിന്നെ ഇന്ന് സമയമില്ല കേട്ടോ, ഇന്ന് സമയമില്ല. ഞാനൊരു ഭാഗ്യം കേട്ടവനാണേ, എന്നെ കൊണ്ടൊന്നും കൊള്ളത്തില്ല. നിങ്ങൾക്കത് പറയാൻ എളുപ്പമാണ്. ഇങ്ങനൊക്കെ പറയുന്ന ചിലരുണ്ട്. നിങ്ങൾ ഒന്നും ആകാൻ പോകുന്നില്ലെന്നുള്ള സത്യം. നിങ്ങളെ തന്നെ നിങ്ങളുടെ തന്നെ സൗഭാഗ്യങ്ങൾ, നിങ്ങളുടെ തന്നെ ഭാഗ്യങ്ങൾ, മുന്നോട്ടുള്ള വഴികൾ കുഴിതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ഞാൻ ഒരു ഭാഗ്യം കെട്ടവനാ, നിങ്ങൾക്കത് പറയാൻ എളുപ്പമാണ്, ഇന്ന് വേണ്ട, അതെൻ്റെ കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ടല്ലോ. അവരുടെ വഴികൾ എപ്പോഴും കാഠിന്യം നിറഞ്ഞതായിരിക്കും. ഒരു പെൺകുട്ടിയെ കാണുമ്പോഴല്ലോ അവൾ ധൈര്യവതിയാണെങ്കിലോ, ഏതൊരു തൻ്റെ ഇടവും ധൈര്യമൊക്കെ ഉണ്ടെങ്കിൽ ഓർത്തോ, അവളുടെ അച്ഛനാണ് കാരണക്കാരൻ. അവളുടെ അച്ഛൻ കാരണമാണ്. അപ്പൻ അങ്ങനെ വളർത്തിക്കൊണ്ട്, നല്ലൊരു അപ്പൻ ഉണ്ടായിരുന്നുകൊണ്ടാണ് അവൾക്ക് ഈ ധൈര്യം. അവളൊരു സ്നേഹസമ്പന്നയാണ് ഈ പെൺകുട്ടിയെങ്കിൽ. ഈ പെൺകുട്ടി സ്നേഹസമ്പന്നയാണെങ്കിൽ കരുതിക്കോ, അവളുടെ അമ്മയുടെ വളർത്തു ഗുണമാണ്. അവളൊരു സന്തോഷവതിയായിട്ടാണ് നിങ്ങൾ ഈ പെണ്ണിനെ കാണുന്നതെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, അവളുടെ ഭർത്താവ്. നല്ലൊരു ഭർത്താവാണോ ഭാര്യയെ നിങ്ങൾക്ക് സന്തോഷവതിയായിട്ട് കാണാം, അവൾ സന്തോഷവതിയായിരിക്കും. പണ്ട് ഞാനൊരു കഥ കേട്ടു. ഒരു ഈ സാമ്പത്തിക അധപ്പതനം വന്നപ്പം അവർ അപ്പനും മക്കളും എല്ലാം കൂടെ മരിക്കാനായിട്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ചത്തേക്കാം, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, അവർക്ക് പണം കൊടുക്കാനുണ്ട്, ഇവർ കടം കയറി മുടിഞ്ഞു, എന്തെടുക്കണം എന്നൊന്നും അറിയാൻ വയ്യ നിവൃത്തി വന്നപ്പോൾ അവർ തീരുമാനിച്ചു. അവർ പല രീതിയിൽ നിന്ന് ആലോചിച്ചു. അപ്പനും അമ്മയും 3 മക്കളും കൂടി അവരെല്ലാം എങ്ങനെ മരിക്കും, വിഷം കുടിച്ച് മരിക്കണോ, അതോ ഈ ഞരമ്പ് മുറിച്ച് മരിക്കണോ, തൂങ്ങി മരിക്കണോ? ഇവരിങ്ങനെ ഓരോന്നിരുന്ന് വീട്ടിലിരുന്ന് ആലോചിച്ചു, പല ആലോചനകൾ, എങ്ങനെ മരിക്കും. അതിലപ്പോൾ ഒരു പയ്യൻ മാത്രം തിരിച്ചു ചോദിച്ചു, അപ്പാ മരിക്കാൻ ഇങ്ങനെ ഇത്രയധികം വഴികളുണ്ടെങ്കിൽ, മരിക്കാൻ ഇത്രയധികം ചോയ്സ് ഉണ്ടെങ്കിൽ തൂങ്ങിച്ചാകുക, വണ്ടിയുടെ മുമ്പിൽ ചാടിച്ചാകുക, ട്രെയിനിൻ്റെ മുമ്പിൽ ചാകുക, അല്ലെങ്കിൽ ഞരമ്പ് മുറിക്കുക, ഇത്രത്തോളം വഴികളുണ്ടെങ്കിൽ അപ്പം ജീവിക്കാൻ ഒരു വഴിയെങ്കിലും ഇല്ലേപ്പാ? പറഞ്ഞു കേട്ട കഥയാണ്. മരണം ഒന്നിനും കാരണമല്ല, ജീവിക്കാൻ ഒരു വഴിയുണ്ട്, എന്തെങ്കിലും ഒരു വഴി കണ്ടിരിക്കും. മരണം ഒന്നിനും ശാശ്വതമല്ല. എൻ്റെ ജ്യേഷ്ഠൻ, ഞാൻ ഈ മറുനാട്ടിലേക്ക് പോകാൻ നേരത്തെ റെയിൽവേ സ്റ്റേഷനെ പറ്റി പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അത് തമാശല്ലായിരുന്നു, അത് പക്ഷേ തമാശയായിട്ടും ആയിരിക്കും അച്ചാച്ചൻ പറഞ്ഞു, വല്ലിച്ചാൻ വിളിക്കുമ്പോൾ. പക്ഷെ ഇന്നൊരു കാര്യം വല്ലിച്ചാൻ പറഞ്ഞൊരു വാക്കോടെ ഞാൻ അവസാനമായി പറഞ്ഞു നിർത്തട്ടെ. ചിലരൊക്കെ ഉണ്ടല്ലോ, പ്ലാവി കിടക്കുന്ന മാങ്ങയാണെന്ന് പറയും. അങ്ങ് സമ്മതിച്ചേക്കണം, നിനക്കൊന്നും നഷ്ടപ്പെടാൻ പോയില്ല. ഞാനങ്ങനെ സമ്മതിക്കുന്നവനല്ല, തെറ്റ് കണ്ട പറയുന്നവനാ. ഊളകൾ,
വിട്ടികളെ ഇങ്ങനെയൊക്കെ പറയുന്നതിന് മുമ്പിൽ അങ്ങ് സമ്മതിച്ചേക്കണം. നമുക്ക് എന്തോ നഷ്ടപ്പെടാനാണ്. ഞാൻ മുല്ലത്തളം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഗോപാൽപുരം.